ഇത് എൻ്റെ അപ്പച്ചിയുടെ മോൾ ഓൺലൈനിൽ നിന്ന് ചുരിദാർ പീസ് മേടിച്ചതാണ്. അപ്പം ഞാനിങ്ങനെ തയ്ച്ച് പഠിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് തന്നതാണ് ഇത്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു സ്ലിറ്റുള്ള ഒരു ചുരിദാർ തയ്ക്കാമെന്ന് വിചാരിച്ച്. ഞാൻ വിചാരിച്ചൊരു 43 ഇഞ്ച് ലെന്ത് വേണം എനിക്ക്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 43. അത് ഞാൻ പിന്നെ അളന്ന് വരച്ച് വെച്ച് ഇനി അത് ഷോൾഡർ അളക്കാം. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അളന്ന് ഇങ്ങനെ കാണിക്കാത്തത്. ഞാനൊരു 6.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 6.5 ഇഞ്ച് തന്നെ ഞാൻ ആംഹോൾ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുഴിച്ച് വെട്ടിയിട്ട് ഞാനെല്ലാം അളന്ന് ഒന്ന് വരച്ച് വെച്ച്. ചെസ്റ്റിൻ്റെ ആണെങ്കിൽ ഒരു 10 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്ത്, ഷേപ്പ് ഒരു 9 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, പിന്നെ നമ്മുടെ സ്ലിറ്റ് ഒരു 10 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ താഴെ മടക്കി അടിക്കാനായിട്ട് അത് ഒരു 13.5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇത്രയും എടുത്ത് ഇത് ഞാനൊന്ന് വെട്ടിക്കൊണ്ട് വരട്ടെ. അങ്ങനെ തുണിയെല്ലാം ഞാൻ വെട്ടി വെച്ച് ഫ്രണ്ട് പീസാണ് ഞാനിത് വെട്ടിയത്. അത് മെയിൻ തുണിയെ തന്നെ വെട്ടി, ഇത് വെച്ച് ലൈനിങ് വെട്ടാമെന്ന് വിചാരിച്ച്. ഇനി ബാക്ക് പീസ് വെട്ടട്ടെ. അങ്ങനെ ഫ്രണ്ടിൻ്റെ തുണി വെച്ച് തന്നെ ബാക്കും ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. കാലിഞ്ച് വെട്ടിയിട്ടുണ്ട്, കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി പാൻറ്റ് വെട്ടാം. അങ്ങനെ കൈ വെട്ടി വെച്ച് പാൻറ്റ് വെട്ടുന്നതിന് മുമ്പായിട്ട് കൈ വെട്ടുന്ന കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. 1 ഇഞ്ച് നീളവേ കിട്ടുന്നുള്ളൂ ലെന്തുള്ളു. പിന്നെ ഒരു 6.5 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാൻറ്റിൻ്റെ കളർ ഇതാ, ഒരു വൈറ്റ് അല്ല, ഒരു ക്രീം കളറ്, അതിനകത്തൊരു കരിഞ്ഞ കാപ്പിപ്പൊടി കളറ്, നല്ല രസമുണ്ട്. ഇതൊന്ന് അളന്ന് വെട്ടിയിട്ട് വരയ്ക്കാം. ഇങ്ങനെ പാൻറ്റെല്ലാം അളന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടോപ്പ് രണ്ടും വെട്ടി, അതിൻ്റെ കൈ വെട്ടി, പാൻറ്റ് വെട്ടി. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ടിടാം, സെക്കൻഡ് പാർട്ടായിട്ടിടാം. എല്ലാവർക്കും അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം.